ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ ദാ ഇന്ന് അച്ഛനും ശ്രീകുട്ടിയാണ് കേട്ടോ അടുക്കളയിൽ. അപ്പോൾ ദാ ശ്രീകുട്ടി ഇതാ കണ്ണട ഇട്ടിട്ടാണ് ഉള്ളിയൊക്കെ അരിയുന്നത്. ഇങ്ങനെ കണ്ണട ഇട്ടാലും ഉള്ളി അരിയാൻ കണ്ണരിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെ അച്ഛനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛന് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അച്ഛൻ പറഞ്ഞ് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നേരെ പോയി ഞാൻ എന്തൊക്കെയോ ചോദിക്കുന്നതിനുള്ള മറുപടിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീഡിയോ എടുക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല ആൾക്ക്. അങ്ങനെ പിന്നെ നേരെ മേലേക്ക് പോയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നിധിമോൾ എഴുന്നേറ്റുണ്ട്. നിധീൻ്റെ കൈ മുഴുവൻ പായലാണ് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഉണ്ട്, കുറച്ച് മീനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ശ്രീകുട്ടി ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചത്. അപ്പോൾ നിധി ഉള്ളതിനെ കൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കാസറോൾ തുറക്കാൻ നോക്കിയപ്പോൾ തുറക്കാൻ പറ്റുന്നില്ല, നല്ല ഐസായിട്ട് കിടക്കുകയാണ്. അപ്പോഴേക്കും തന്നെ നിധിനെ ഒന്ന് ഉറക്കി കടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പായ കെട്ടിട്ട് താഴെയാണ് കേട്ടോ കട്ടിൽ കടത്തിൻ്റെ പെട്ടെന്ന് തന്നെ ആൾ ഉരുണ്ട് താഴെ വീഴും. അതുകൊണ്ടാണ് അപ്പോഴേക്കും അച്ഛൻ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി തരികയാണ് കേട്ടോ. അച്ഛൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഇങ്ങനെ ചേച്ചി മോളും ഇങ്ങനെ സിറ്റൗട്ടിൽ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പെരും മഴയും കാറ്റും വന്നത് കേട്ടോ. നല്ല മഴപ്പാറലും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നല്ല മഴയാണ് കേട്ടോ, പെരും മഴയാണ് പെയ്തത്, നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഞാനവിടെ നിന്ന് നല്ല മഴയൊക്കെ നോക്കി നിൽക്കാൻ നല്ല രസം. അപ്പോഴേക്കും ഞാൻ ഇന്ന് എയർ ഫ്രയറിലാണ് ഇപ്പം അധികം മീനൊക്കെ വറുക്കൽ കേട്ടോ, ചിക്കനും മീനൊക്കെ. അപ്പോൾ എയർ ഫ്രയറിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് ഞാനിത് മീനൊക്കെ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആഗോലി അയിലയാണ് ഇന്ന് വറുക്കാനെടുക്കുന്നത്. ബാക്കി പിന്നെ ഞാൻ ഫ്രീസറിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ ചിക്കൻ ഉണ്ട്, അത് കറി വെക്കുന്നുണ്ട്. അങ്ങനെ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലാകുമ്പോൾ നമുക്ക് എണ്ണ ഇല്ലാണ്ടൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ അവിടെ ആയിട്ടുണ്ട്. അപ്പോഴേക്ക് ഇന്നൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സ്റ്റോറേജ് ബോക്സിൽ. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് ഇത് വാങ്ങണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ സംഭവം അടിപൊളിയാണ്. 6 എണ്ണമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി ബാക്കി എടുത്തൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.